എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഫോഴ്സ് റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്നാലും ആത്മാർത്ഥമായിട്ട് പഠിക്കുക. പഴയ പരീക്ഷകൾ, എക്സൈസിന്റെ പരീക്ഷ, അതുപോലെ പോലീസ് പരീക്ഷ, ഫയർഫോഴ്സ് പരീക്ഷ എല്ലാം ഡേറ്റ് വന്ന് കിടക്കുക. നല്ലൊരു റിവിഷൻ സെക്ഷനുമായിട്ടായിരിക്കണം എപ്പോഴും പോകേണ്ടത്. ഓരോരുത്തരോടും പറയുക, ടോപ്പ് ലെവൽ റിവിഷൻ നടത്തുക. ആ ഡെഡിക്കേഷനില്ല നമ്മളെ മാക്സിമം ടോപ്പിക്കുകൾ കവർ ചെയ്ത് ഡെഡിക്കേഷൻ നടത്തി OMR ഒക്കെ എഴുതി ശീലിച്ചു പോകണം. ഇനി പരീക്ഷ എടുക്കുമ്പോൾ OMR ശീലിക്കുന്നത് മൈനസുകൾ കുറച്ച് വരാം കേട്ടോ. കാരണം എങ്ങനെയാ, നമ്മൾ അറിഞ്ഞുകൂടാത്തത് തൊടാൻ നിൽക്കരുത്. വീട്ടിൽ ഇരുന്ന് ചെയ്ത് പഠിക്കുമ്പോഴും ഒട്ടും അറിഞ്ഞുകൂടെങ്കിൽ അത് ഞാൻ എഴുതുന്നില്ല എന്ന രീതിയിൽ കൊണ്ടുവരുമ്പോൾ മൈനസുകൾ കുറഞ്ഞു വരും. അതൊന്ന് ശ്രദ്ധിച്ചോണേ. എന്തായാലും മുന്നോട്ട് ഇറങ്ങി തിരിച്ചു ജോലി കിട്ടണം. ഈ ഒരു പരീക്ഷകളിൽ തന്നെ എനിക്ക് കിട്ടും, അല്ലാതെ ഞാൻ അടുത്ത വർഷത്തെ പരീക്ഷ നേടാം എന്ന രീതി കിട്ടണ്ട. ജൂനിയർ ആയാലും സീനിയർ ആയാലും നിങ്ങൾ അയച്ചിരിക്കുന്ന പരീക്ഷയിൽ നേടണം. അതിന്റെ മെയിൻ കാര്യങ്ങളെല്ലാം പഠിക്കുക. ഭരണഘടനയ്ക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുത്തരാം. 10ൽ കൂടുതൽ മാർക്ക് ഭരണഘടനയ്ക്ക് നിങ്ങൾക്ക് ഒന്ന് ഉറപ്പായിട്ട് കിട്ടും. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കിൽ കേന്ദ്രീകരിച്ചാൽ ഒരു 20ൽ 15-16 മാർക്ക് കിട്ടിയാലും ധാരാളം. അതുപോലെ ഈ മലയാളം ആവർത്തന ചോദ്യം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 10 വർഷം 2021 മുതൽ 25 വരെ നടന്ന മലയാള ചോദ്യ പേപ്പർ മാത്രം പഠിച്ചാലും ഏകദേശം അതിൽ കിട്ടും. പിന്നെ റിവിഷനും കൂടെ നടത്തിയാൽ മതി. അതുകൊണ്ട് ബേസിക് കാര്യങ്ങളെല്ലാം ഒന്ന് പഠിക്കണം കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഫോഴ്സ് ലെവൽ ബാച്ചിന്റെ ഒരു നല്ലൊരു റിവിഷൻ സെക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. ഇന്ന് ഞാൻ റിവിഷൻ പറയുന്നതിന് മുമ്പ് ഇന്നത്തെ പോർഷൻസ് നോക്കെ. രാഷ്ട്രപതിയുടെ വീറ്റോ പവറിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. രാഷ്ട്രപതിയുടെ വീറ്റോ പവറിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അതുപോലെ പണനയം, ധനനയം, മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി എന്ന് കേട്ടിട്ടില്ലേ? പണനയം, ധനനയത്തിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എന്നുണ്ടാവും. ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ, ഹരിതഗൃഹ പ്രഭാവം, ഭൂഗുരുത്ത തോരണം, ഹൃദയം, മസ്തിഷ്കം. സയൻസ് ജസ്റ്റ് എന്നേ ഉള്ളൂ, കാരണം കഴിഞ്ഞ പ്രസന്റ് ഓഫീസറിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതുമായി കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. രാഷ്ട്രപതിയുടെ വീറ്റോ പവറിനെ കുറിച്ച് നോക്കാം. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 111 കേട്ടോ. 111 രാഷ്ട്രപതിയുടെ വീറ്റോ പവർ. 108 എന്താണ്? 108 സംയുക്ത സമ്മേളനം, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എത്രയാണ്? 108 അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? 108 പഠിച്ചിട്ടുണ്ട്, 110 പഠിച്ചിട്ടുണ്ട്, 112 ബജറ്റ് പഠിച്ചിട്ടുണ്ട്. മണി ബിൽ എത്ര? 110 ആണ്. അപ്പൊ രാഷ്ട്രപതിയുടെ സംയുക്ത സമ്മേളനം എന്താ? രാഷ്ട്രപതിയുടെ അല്ല, നമ്മുടെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം 108 ആണ് അല്ലെ? സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്ന ആരാ? സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടേണ്ടത് ആരെന്ന് വെച്ചാൽ രാഷ്ട്രപതിയാണ്. അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ടത് ലോകസഭാ സ്പീക്കർ. ലോകസഭാ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇരിക്കണം. ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഇരിക്കണേ. അപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആരാടെ? രാഷ്ട്രപതി. അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ടത് ലോകസഭാ സ്പീക്കർ. ലോകസഭാ സ്പീക്കർ ഇല്ലെങ്കിൽ ലോകസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഇരിക്കണം. 3 തവണയല്ലേ ഉള്ളൂ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. 1961 സ്ത്രീധന നിരോധന നിയമം, 1978 ബാങ്കിംഗ് സേവന ബില്ല്, 2002 പോർട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ട് അല്ലെ? അപ്പൊ 3 തവണ മാത്രമേ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ടുള്ളൂ. ഏതൊക്കെയാണ്? 1961 സ്ത്രീധന നിരോധന നിയമം, 78 ബാങ്കിംഗ് സേവന ബില്ല്, 2002 പോർട്ടയിലൂടെയായിരുന്നു അല്ലെ? ആദ്യമായിട്ട് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച സ്പീക്കറിന്റെ പേര് അനന്തശയനം അയ്യങ്കാർ എന്നാണ്. അപ്പൊ പാർലമെന്റ് സ്ത്രീധന നിരോധന സമയത്ത് അധ്യക്ഷ സ്ഥാനത്തിരുന്ന സ്പീക്കർ ആരാടെ? അനന്തശയനം അയ്യങ്കാർ. കേവല ഭൂരിപക്ഷം മതി ഒരു ബില്ല് പാസ്സാക്കാൻ. അവിടെ കേവല ഭൂരിപക്ഷം മതിയുടെ. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ആരാ? ഓം ബിർള. ഇപ്പോഴത്തെ ആരാടെ? ഓം ബിർള. അപ്പൊ രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരമാണ് വീറ്റോ പവർ 111. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രൽ കോളേജ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇലക്ട്രൽ കോളേജ്? അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന ഒരു ഇലക്ട്രൽ കോളേജ് ആണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. എത്ര വയസ്സ് പൂർത്തീകരിക്കണം? 35 വയസ്സ് പൂർത്തീകരിക്കണം. രാഷ്ട്രപതിയാകാൻ എത്ര വയസ്സ്? 35. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഗവർണർക്കും എത്ര വയസ്സാണ്? 35. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഗവർണർക്കും 35 വയസ്സ് പൂർത്തീകരിക്കണം. രാജ്യസഭാ അംഗങ്ങൾക്കൂടെ 30 വയസ്സ്. രാജ്യസഭാ ചെയർമാൻ 35 ആണ്. രാജ്യസഭാ ചെയർമാൻ ആകാൻ 35, രാജ്യസഭാ അംഗങ്ങൾക്ക് 30 വയസ്സ്. ലോകസഭാ അംഗങ്ങൾക്കോ 25 വയസ്സ്. സംസ്ഥാന നിയമസഭയ്ക്കും 25. ലോകസഭയ്ക്കും സംസ്ഥാന നിയമസഭയ്ക്കും എത്രയാണ്? 25 വയസ്സാണ്. അതുപോലെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാലും 25 എഴുതാം കേട്ടോ. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 21 വയസ്സാണ്. ആ വയസ്സിന്റെ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാ? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ? ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി. ഇന്ത്യ ഡിവൈഡഡ്, ചമ്പാരൻ സത്യാഗ്രഹ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇന്ത്യ ഡിവൈഡഡ്, ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി നമ്മുടെ ദക്ഷിണേന്ത്യയിലുള്ള ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധ, ഇദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ നമ്മള് അധ്യാപക ദിനമായിട്ട് പറയുന്നത്? സെപ്റ്റംബർ 5. 1962 മുതൽ അധ്യാപക ദിനം ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്, സെപ്റ്റംബർ 5. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് ആരുടെ ആത്മകഥ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് ആരുടെ പ്രധാന കൃതി എന്ന് ചോദിച്ചാൽ നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണന്റെയാണ്. അപ്പം രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെ കുറിച്ച് നമുക്ക് നോക്കാം. 111. പ്രധാനമായിട്ടും 3 വീറ്റോ പവറാണ്. അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. രാഷ്ട്രപതിക്ക് 3 വീറ്റോ അധികാരമുണ്ട്. അബ്സല്യൂട്ട്, സസ്പെൻസീവ്, പോക്കറ്റ്. അബ്സല്യൂട്ട്ലി നിരസിക്കുക, ഒരു ബില്ല് നിരസിക്കുന്നതാണ് അബ്സല്യൂട്ട്. പോക്കറ്റ് തടഞ്ഞു വെക്കുക, ഒരു ബില്ല് പോക്കറ്റിൽ ഇട്ട് വെക്കുക. സസ്പെൻസീവ് എന്താണ്? പുനഃപരിശോധനയ്ക്ക് വിടുക. നമുക്ക് എന്താണെന്ന് നോക്കാം. അതൊക്കെ പുനഃപരിശോധനയ്ക്ക് വിടുക. അതായത് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് നയിക്കുന്ന പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ല് നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഏതാണ്? നിരസിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ. ആദ്യമായി ഇത് പ്രയോഗിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ആർ വെങ്കിട്ടരാമൻ ഈ വീറ്റോ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം അബ്സല്യൂട്ട് വീറ്റോ എന്താണ്? പാർലമെന്റ് അംഗീകാരത്തിന് അയക്കുന്ന ഒരു ബില്ല് നിരസിക്കാനുള്ള അധികാരം അബ്സല്യൂട്ട് വീറ്റോ. അടുത്ത ഓക്കെ, സസ്പെൻസീവ് വീറ്റോ. രാഷ്ട്രപതിക്ക് ഒരു ബില്ല് തിരിച്ചയക്കാനുള്ള അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ. ആദ്യം പ്രയോഗിച്ചത് APJ അബ്ദുൽ കലാം ആണ്. ധനകാര്യ ബില്ലിന്റെ കാര്യത്തിൽ രാഷ്ട്രപതിക്ക് ഈ അധികാരം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതായത് സസ്പെൻസീവ് വീറ്റോ ധനകാര്യ ബില്ലിൽ ചോദിക്കുകയാണെങ്കിൽ പറ്റില്ല. ബാക്കി ഏത് ബില്ല് വന്നാലും ഇത് പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാൻ മാത്രം രാഷ്ട്രപതിക്ക് പറ്റുന്നത് സസ്പെൻസീവ് വീറ്റോ. അടുത്ത ഓക്കെ, പോക്കറ്റ് വീറ്റോ. രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കാനുള്ള ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന രാഷ്ട്രപതിയുടെ അധികാരം പോക്കറ്റ് വീറ്റോ. ആദ്യമായി പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ചത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഒരു പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോൾ 87 ഈ ബില്ല് തടഞ്ഞു വെച്ചു. അപ്പം അബ്സല്യൂട്ട്, സസ്പെൻസീവ്, പോക്കറ്റ് ഏതൊക്കെയാ? അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ നിരസിക്കുക, സസ്പെൻസീവ് എന്ന് പറഞ്ഞാൽ പുനഃപരിശോധനയ്ക്ക് അയക്കുക, പോക്കറ്റ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക. സെറ്റാണല്ലോ. ആർട്ടിക്കിൾ എത്രയാണ്? 111 ബീറ്റോ പവറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 111. ഇനി ഇത് ഉറപ്പായിട്ട് ഫോഴ്സ് ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കും. പണനയവും ധനനയവും, മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും. പണനയം എന്ന് പറഞ്ഞാൽ ഒരു പണത്തിന്റെ ലഭ്യത, അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിന്റെ കേന്ദ്ര ബാങ്ക് ഇത് പഠിക്കണേ, പണനയം. അതുകൊണ്ട് പണനയത്തിന്റെ നിയന്ത്രകൻ ആര് എന്ന് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ് PSC പരീക്ഷയ്ക്ക്. പണനയം, മോണിറ്ററി പോളിസിയുടെ നിയന്ത്രകൻ കേന്ദ്ര ബാങ്കാണ്. അപ്പൊ പണനയം എന്ന് പറഞ്ഞാൽ എന്താണ്? പണത്തിന്റെ ലഭ്യത, അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച് കേന്ദ്ര ബാങ്ക് കൊണ്ടുവന്ന നയമാണ് പണനയം. ഇതിന്റെ നിയന്ത്രകൻ എപ്പോഴും ആരായിരിക്കും? കേന്ദ്ര ബാങ്ക് ആയിരിക്കും. സുസ്ഥിരമായ സാമ്പത്തിക സ്ഥിതി നിലനിർത്തുന്നതിനും സാമ്പത്തിക നയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കേന്ദ്ര ബാങ്ക് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് പൊതുവെ പണനയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും പണനയം നിയന്ത്രിക്കുന്ന പല കാര്യങ്ങളുണ്ട്. തുറന്ന വിപണി പ്രവർത്തനങ്ങൾ, ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, കരുതൽ ധനാനുപാതം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണത്തിന് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ബാങ്ക് റേറ്റ് എന്ന് നോക്കാം. നമുക്ക് ബാങ്ക്, അതായത് നമ്മുടെ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് അങ്ങോട്ട് ഒരു പലിശ നൽകും. അപ്പൊ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു നിശ്ചിത തുക പലിശയായിട്ട് ഈടാക്കും. കേന്ദ്ര ബാങ്കിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിന് ഒരു നിശ്ചിത റേറ്റ് പലിശയായിട്ട് ഈടാക്കും. അതാണ് എന്താണെന്ന് നോക്കാം നമുക്ക്. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതിന് കേന്ദ്ര ബാങ്ക് ഈടാക്കുന്ന നികുതി, ഇത്രയേ ഉള്ളൂ. അപ്പൊ കേന്ദ്ര ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് കുറച്ച് നിരക്ക് ഈടാക്കുന്ന ഒരു നിരക്കിനെ ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നു. ബാങ്ക് നിരക്കുകൾ വാണിജ്യ ബാങ്കുകളുടെ വായ്പാ നിരക്കുകളെ സ്വാധീനിക്കുന്നു. ഇതിന് ഈടൊന്നും വേണ്ട. ബാങ്ക് നിരക്കിൽ ഒന്നും തെരിയൊന്നും വേണ്ട. ബാങ്ക് നിരക്കുകൾ റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും. പണപ്പെരുപ്പ സമയത്ത് ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കുന്നു, പണച്ചുരുക്ക സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നു. ഇത് സ്റ്റേറ്റ്മെന്റ് വരുന്നതാണ് കേട്ടോ. പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഉണ്ടല്ലോ, ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കുന്നു, ചുരുക്ക സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നു.
ഓക്കെ, എന്താണ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ? ഇത് ആവർത്തിക്കുന്നത്. റിപ്പോ റേറ്റ് ഒക്കെ ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്നു. ആ നിരക്കാണ് റിപ്പോ റേറ്റ്. ആ ബാങ്ക് റേറ്റിൽ തന്നെ വരുന്നത് ആ റിപ്പോ റേറ്റ്, റിവേഴ്സ്. അപ്പൊ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകൾക്ക് നൽകുന്ന നിരക്ക് റിപ്പോ റേറ്റ്. പണപ്പെരുപ്പ സമയത്ത് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് റിസർവ് ബാങ്ക് ആയിരിക്കും. പണച്ചുരുക്ക സമയത്ത് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. അപ്പൊ പണപ്പെരുപ്പ സമയത്ത് റിപ്പോ നിരക്ക് ഏതാണ്? വർദ്ധിപ്പിക്കുന്നു. പണച്ചുരുക്ക സമയത്ത് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. ഇത് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം ഇനി നമുക്ക് റിവേഴ്സ് റിപ്പോ എന്താന്ന് നോക്കാം. അപ്പൊ അത് നമ്മൾ പഠിച്ചു. ഇനി റിവേഴ്സ് റിപ്പോ എന്താന്ന് നോക്കാം. റിവേഴ്സ് റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങും. അപ്പം റിസർവ് ബാങ്ക് അങ്ങോട്ട് കൊടുക്കുന്നത് റിപ്പോ റേറ്റ്, വാണിജ്യ ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് കുറച്ച് പൈസ ഇങ്ങോട്ട് മേടിക്കും. അപ്പൊ അവർക്ക് ഈ വാണിജ്യ ബാങ്കുകൾക്ക് കുറച്ച് നിരക്ക് പലിശയായിട്ട് കൊടുക്കും. കടമായി നടക്കുന്നതാണ് റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് തിരിച്ചു നോർത്താൽ മതി. പണപ്പെരുപ്പ സമയത്ത് റിവേഴ്സ് റിപ്പോ റേറ്റ് വർദ്ധിക്കുന്നു, പണച്ചുരുക്ക സമയത്ത് റിവേഴ്സ് റിപ്പോ റേറ്റ് കുറയ്ക്കുന്നു. ഓക്കെ, ഇനി ഫിസ്ക്കൽ പോളിസി ഒന്ന് നോക്കാം. ധനനയം, പൊതു ചിലവ്, നികുതി ചുമത്തൽ, കടം വാങ്ങൽ എന്നിവയെ സംബന്ധിച്ച ഗവൺമെന്റിന്റെ നയമേത? ധനനയം. ധനനയത്തിന്റെ നിയന്ത്രകൻ എപ്പോഴും കേന്ദ്ര സർക്കാർ. ഇമ്പോർട്ടന്റ് കൊടുത്തോ, ഉറപ്പ്. നേരത്തെ പഠിച്ചത് ഏതാ? പണനയത്തിന്റെ നിയന്ത്രകൻ റിസർവ് ബാങ്ക്. മോണിറ്ററി പോളിസി. ഫിസ്ക്കൽ പോളിസിയാണ് ധനനയം. ഇതിന്റെ നിയന്ത്രകൻ കേന്ദ്ര സർക്കാരാണ്. ഇതിന്റെ നിയന്ത്രകൻ ആരാണ്? കേന്ദ്ര സർക്കാർ. ധനനയം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകളും വിവേചന സ്റ്റെബിലൈസറുകളും എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ നിയന്ത്രിച്ചിട്ടുണ്ട് ധനനയത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ധനനയത്തിന്റെ നിയന്ത്രകൻ ആരാണ്? കേന്ദ്ര സർക്കാരാണ്. GST കുറിച്ച് നോക്കാം. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്ന GST ആണ്. സ്റ്റേറ്റ്മെന്റിലും വരാം, എന്നാ വന്നേന്നാണ് കൂടുതലും ചോദിക്കുന്നത്. ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. GST വന്നത് 2017 ജൂലൈ 1. 2017 ജൂലൈ 1-നാണ് GST വന്നത്. 2017 ജൂൺ 30-ന് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വെച്ച് ഉദ്ഘാടനം അന്നത്തെ പ്രണവ് മുഖർജിയും നരേന്ദ്രമോദിയും കൂടെ ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 2017 ജൂൺ 30-ന് പിറ്റേ ദിവസമാണ് ഇത് നിലവിൽ വരുന്നത്. ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഭേദഗതി തെറ്റരുത്, ഉറപ്പ്. GST കുറിച്ച് പ്രതിപാദിക്കുന്ന ഭേദഗതി 2016-ലെ 101-ാം ഭേദഗതി. 2016-ലെ 101-ാം ഭേദഗതി GST. ഭേദഗതി ബില്ല് ചോദിച്ചാൽ 122 ലോകത്ത് ആദ്യമായിട്ട് GST കൊണ്ടുവരുന്നത് ഫ്രാൻസുകാരാണ്. അപ്പൊ GST വന്നതെന്ന് 2017 ജൂലൈ 1. GSTയുടെ ഭേദഗതി ഏത്? 2017 ജൂലൈ 1-ന് വന്ന ഭേദഗതി GST വന്നത് 2016-ലെ 101-ാം ഭേദഗതിയും 122-ാം ഭേദഗതി ബില്ലിലൂടെ ആദ്യമായി ലോകത്ത് നടപ്പിലാക്കിയത് ഫ്രാൻസുകാരാണ്. ഇന്ത്യ മാതൃകയാക്കിയത് കാനഡയിൽ നിന്നാണ് GST എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് P. ചിദംബരമാണ്. GSTയുടെ ആപ്തവാക്യം കണ്ടോ? ഒരു രാജ്യം, ഒരു നികുതി, ഒരു കമ്പോളം. GST എന്ന് പറയുമ്പോൾ ഒരു രാജ്യം, ഒരു നികുതി, ഒരു കമ്പോളം. GST ഒരു പരോക്ഷ നികുതിയാണ്. നേരിട്ടല്ലല്ലോ കൊടുക്കുന്നത്. നമ്മൾ ഒരു സാധനം മേടിക്കുമ്പോൾ അതിന് അകത്തല്ലേ കൊടുക്കുന്നത്, പ്രത്യക്ഷ നികുതിയല്ലല്ലോ. അപ്പൊ GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, പരോക്ഷ നികുതിയാണ്. രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി GST രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര് പ്രോജക്റ്റ് സാക്ഷം എന്നതാണ്. ഗുഡ്വിൽ അംബാസിഡർ അമിതാഭ് ബച്ചനാണ്. GSTയുടെ ഗുഡ്വിൽ അംബാസിഡർ എപ്പോഴും അമിതാഭ് ബച്ചനാണ്. GSTയുടെ ആൽഫ ന്യൂമറിക് നമ്പറുകളുടെ എണ്ണം 15 ആണ്. GSTയുടെ ആൽഫ ന്യൂമറിക് നമ്പറുകളുടെ എണ്ണം എത്രയാണ്? 15. GSTയിൽ കേരളത്തെ സൂചിപ്പിക്കുന്ന ഐഡന്റിഫിക്കേഷൻ നമ്പർ 32. അപ്പൊ GSTയുടെ ആൽഫ ന്യൂമറിക് നമ്പറുകളുടെ എണ്ണം 15. GSTയിൽ കേരളത്തെ സൂചിപ്പിക്കുന്ന ഐഡന്റിഫിക്കേഷൻ നമ്പർ എത്രയാണ്? 32 ആണ്. GST ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആസാമിലാണ്. GSTയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സംസ്ഥാനത്തിന് തുല്യ അവകാശമുണ്ടെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246A. GSTയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സംസ്ഥാനത്തിന് തുല്യ അവകാശമുണ്ടെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 246A. കേന്ദ്ര സംസ്ഥാന നികുതി പങ്കിടലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 269A. അപ്പം കേന്ദ്ര സംസ്ഥാനത്തിന് തുല്യ അവകാശമാണെന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 246A. കേന്ദ്ര സംസ്ഥാന നികുതി പങ്കിടലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 269A. ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. GST കൗൺസിലിനെ കുറിച്ച് പറയുന്നത് 279 ആണ്. GST കൗൺസിൽ എത്രയാണ്? 279A. പുതിയ GST നിരക്ക് 4 എണ്ണയുള്ളത്. 0%, 5, 18, 40.
0, 5, 18, 40 ഏറ്റവും വലിയ നിരക്ക് 40 പെട്രോള്, ഡീസല്, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, വൈദ്യുതി, മദ്യം, ആവശ്യത്തിനുള്ള അതായത് മനുഷ്യന്റെ ഉപഭോഗത്തിലുള്ള ആവശ്യത്തിനുള്ള മദ്യം ഇവരെയൊക്കെ GST നിന്നും പൊതുവെ ഒഴിവാക്കിയിട്ടുണ്ട്. GST കൗൺസിലിന്റെ ചെയർമാൻ എപ്പോഴും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് GST കൗൺസിലിന്റെ ചെയർമാൻ. അപ്പൊ GST കൗൺസിലിനെ കുറിച്ച് പറയുന്നത് 279A GST നിരക്കുകൾ ഇപ്പൊ എത്രയുള്ളത് 40% വരെ, ഇപ്പൊ ഏറ്റവും വലുത് 40. ഓക്കെ, ഇത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ GST ഏകദേശം ഒരു ഐഡിയ കിട്ടിയ GST അപ്പൊ ഇന്ന് ചോദിക്കും എന്നാ വന്നത് GST 2017 ജൂലൈ 1. ഏതാ ഭേദഗതി? 106 ഭേദഗതിയാണ്. 101 ഭേദഗതി, 122 ഭേദഗതി ബില്ല്. ആദ്യം നടപ്പിലാക്കിയത് ഫ്രാൻസ്, ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. GST കടമെടുത്തത് ഇന്ത്യ, കടമെടുത്തത് കാനഡയിൽ നിന്ന്. പ്രോജക്ട് സാക്ഷൻ പദ്ധതി പ്രകാരമാണ് GST വന്നത്. പ്രോജക്ട് സാക്ഷൻ. ഗുഡ്വിൽ അംബാസഡർ ആരാ? അമിതാഭ് ബച്ചനാണ് ഗുഡ്വിൽ അംബാസഡർ ആരെന്ന് വെച്ചാൽ. അടുത്ത ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഉരുക്ക് നഗരം അഥവാ സ്റ്റീൽ സിറ്റി അല്ലെങ്കിൽ പിറ്റ്സ്ബർഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് ജംഷഡ്പൂരാണ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരാണ് ഇന്ത്യയുടെ ഉരുക്ക് നഗരം അഥവാ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത്. ജംഷഡ്പൂരിന്റെ തീരത്തുകൂടി ഒഴുകുന്ന നദി സുവർണരേഖ നദി. അപ്പൊ ഇന്ത്യയുടെ ഉരുക്ക് നഗരം ഏതാണ്? ജംഷഡ്പൂരിന്റെ തീരത്തുകൂടി ഒഴുകുന്ന നദി ഏതാ? സുവർണരേഖ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാ? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച സ്ഥലം പോർട്ടോ നോവ. 1830 തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച സ്ഥലം. അപ്പൊ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച സ്ഥലം പോർട്ടോ നോവ 1830 തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല കുൾട്ടി, പശ്ചിമ ബംഗാളിലെ കുൾട്ടി 1870 ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാല കുൾട്ടി, പശ്ചിമ ബംഗാൾ 1870 വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ 64 ജാർഖണ്ഡിൽ വരുന്നു. ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാ? ഇന്ത്യയിലെ ബൊക്കാറോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ജംഷഡ്പൂരിൽ 1907 വരുന്നു. ടിസ്കോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അപ്പൊ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാ? പൊതുമേഖലയിലെ ബൊക്കാറോ, ജാർഖണ്ഡ്. സ്വകാര്യ മേഖലയിലെ വലുതേതാ? ടിസ്കോ, ജംഷഡ്പൂരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്നത് ബിലായിയാണ്. 1959 വന്നു ഛത്തീസ്ഗഡിൽ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാ? ബിലായി, 59 ഛത്തീസ്ഗഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ 1923 കർണാടകയിലെ ഭദ്രാവതി നദിയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തത്. അപ്പം വലുത് ബൊക്കാറോ, സ്വകാര്യ മേഖലയിലെ വലുത് ടിസ്കോ, ആ ലാഭകരമായി പ്രവർത്തിക്കുന്നത് ബിലായി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് 23 കർണാടകയിലെ ഭദ്രാവതിയിൽ. ഈ വിശ്വേശ്വരയ്യയുടെ ആദ്യകാല നാമം മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് എന്നായിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഇരുമ്പുരുക്ക് നിർമ്മാണശാല വൈശാഖ സ്റ്റീൽ പ്ലാന്റ്, വിശാഖപട്ടണം 1992. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് വൈശാഖ സ്റ്റീൽ പ്ലാന്റ് ആയിരുന്നു തുറമുഖ അധിഷ്ഠിതം വരുന്നത്. ഇനി ഇതാണ്ട് പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നത് ഈ മോഡലാണ്. ഓക്കെ, ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ ബിലായി വന്നത് 59 ഛത്തീസ്ഗഡില് റഷ്യയുടെ സഹായത്തോടെ. നദി ചോദിച്ചാൽ കോയലും സംഘുമാണ്. സംഘ്. അപ്പം ബിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് വർഷം? 59 ഛത്തീസ്ഗഡിൽ റഷ്യയുടെ സഹായത്തോടെ. ഇതിന്റെ ആവശ്യമായ ജലം കിട്ടുന്നത് എവിടെ? കോയലും സംഘ് നദികൾ. ഇനി റൂർക്കേല 59 ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടെ. നദി ചോദിച്ചാൽ ടണ്ടുല നദിയാണ്. നദി ഏതാണ്? ടണ്ടുല നദിയിൽ നിന്നാണ് ജലം കിട്ടുന്നത്. ദുർഗാപൂർ 1962 പശ്ചിമ ബംഗാളിലാണ്. ബ്രിട്ടന്റെ സഹായത്തോടെ. നദി ചോദിച്ചാൽ ദാമോദർ കോർപ്പറേഷനിൽ നിന്നാണ്. ഓക്കെ, ദാമോദർ. അപ്പൊ ദുർഗാപൂർ 62 പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ, ദാമോദർ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 23 കർണാടകയിലാണ്. നദി ചോദിച്ചാൽ ഭദ്രാവതി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 1907 ജാർഖണ്ഡിലെ ജംഷഡ്പൂർ. നദി സുവർണരേഖ അഥവാ കർക്കായി. 2 നദികളുണ്ട്, സുവർണരേഖയും കർക്കായിയുമാണ്. ഓർത്തു വെച്ചിരിക്കുക. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയതാണ്. ഓക്കെ, അടുത്ത നോക്കാം. ഹരിതഗൃഹ പ്രഭാവം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹരിതഗൃഹ പ്രഭാവം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതിന്റെ ഫലമായി അത് ആഗിരണം ചെയ്യുന്ന താപത്തിന്റെ
കാർബണിന്റെ അളവ് കൂടുകയും അന്തരീക്ഷം അമിതമായി ചൂടുപിടിക്കുകയും ചെയ്യുന്ന പ്രതിഭാസം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതായത് നിങ്ങളോട് ചോദിക്കും ഹരിതഗൃഹ പ്രവാഹത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, ജസ്റ്റ് പഠിച്ചു വെച്ചിരുന്നാൽ മതി കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഹരിതഗൃഹ പ്രവാഹം ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ജോസഫ് ഫോറിയർ എന്ന് പറയുന്നത്. ജോസഫ് ഫോറിയർ. ഏറ്റവും കൂടുതൽ ഹരിതഗൃഹ പ്രഭാവ വാതകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ മീഥേൻ, CFC, നൈട്രസ് ഓക്സൈഡ് Na2, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC, നൈട്രസ് ഓക്സൈഡ്. ഇത് എത്രയാണ് ഹരിതഗൃഹ പ്രഭാവ വാതകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹരിതഗൃഹ പ്രഭാവം തടയുന്നതിന് വേണ്ടിയുള്ള ഒപ്പുവെച്ച ഉടമ്പടിയെ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നു. 1997 ഡിസംബർ 11 ഹരിതഗൃഹ പ്രഭാവം തടയുന്നതുമായി ബന്ധപ്പെട്ട ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ 97 ഡിസംബർ 11. ഇന്ത്യ ഒപ്പുവെച്ചത് 2002 ഓഗസ്റ്റ് 26 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത്. ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപോസ്ഫിയർ ആണ്. ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാ? ട്രോപോസ്ഫിയർ. അപ്പൊ ഹരിതഗൃഹ പ്രഭാവം തടയുന്നതിന് വേണ്ടി ഒപ്പുവെക്കുക ഉടമ്പടി ക്യോട്ടോ പ്രോട്ടോകോൾ 97 ഇന്ത്യ ഒപ്പുവെച്ചത് 2002 ഓഗസ്റ്റ് 26 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16 ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന നമ്മുടെ അന്തരീക്ഷ പാളി നമ്മള് ജീവനുള്ള മണ്ഡലം എന്നൊക്കെ വിളിക്കുന്നത് ഏതാണ്? അത് ട്രോപോസ്ഫിയർ ആണ്. മഴ, മഞ്ഞ്, കാറ്റ്. ഭൂമിയെ പോലെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഒരു ഗ്രഹം നമുക്കുണ്ട്, അത് ശുക്രനാണ്. ഭൂമിയെ പോലെ ഹരിതഗൃഹ പ്രഭാവം അനുഭവം. ഇനി ഭൂഗുരുത്വ ത്വരണത്തിന്റെ 2-3 വാചകങ്ങളൊക്കെ. ഒരു വസ്തുവിനെ ഭൂഗുരുത്വ ആകർഷണം മൂലം ഉണ്ടാകുന്നതാണല്ലോ ഭൂഗുരുത്വ ത്വരണം, G എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. അതുകൊണ്ട് ഇത് ജിയുടെ മൂല്യം, ഭൂഗുരുത്വ ത്വരണത്തിന്റെ മൂല്യം അങ്ങ് പഠിച്ചേരെ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ്. ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം 9.883 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പം ജിയുടെ മൂല്യം 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ധ്രുവപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത് 9.83. ഭൂമധ്യരേഖാ പ്രദേശത്ത് 9.78 മീറ്റർ പെർ സെക്കൻഡ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ചോദിച്ചാൽ ധ്രുവപ്രദേശങ്ങളിലും, ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ബേസിക് ക്വസ്റ്റ്യനെ അതിലുള്ള അതിൽ നിന്നൊക്കെ ഒരു മാർക്ക് ഉറപ്പാണ്. ഒരു കൊച്ചു ക്വസ്റ്റ്യൻ ആയാലും ഉറപ്പാണ്. പ്രീവിയസ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നതേ ഞാൻ കൊണ്ടുവരുന്നുള്ളേ. ഹൃദയം സിമ്പിൾ ക്വസ്റ്റ്യനുകളാണ്. ഹൃദയം നല്ലൊരു ഓർഡറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ഹൃദയത്തിന്റെ ഭാരം 250 മുതൽ 300 വരെ പോവാം. ഹൃദയത്തിന്റെ ഭാരം. ഹൃദയ ദിനം സെപ്റ്റംബർ 29. ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക. രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം എന്നൊക്കെ വിളിക്കുന്നത് ഹൃദയമാണ്. അപ്പൊ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ഭാരം 250 മുതൽ 300 ഗ്രാം. ഹൃദയ ദിനം സെപ്റ്റംബർ 29. ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക. രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ്. ഹൃദയ സ്പന്ദനത്തിന് ആവശ്യമായ സെക്കൻഡ് 0.8 സെക്കൻഡ് ആണ്. ഹൃദയം 1 മിനിറ്റിൽ ശരാശരി സ്പന്ദിക്കുന്നത് 72 തവണയാണ്. മനുഷ്യ ഭ്രൂണത്തിന്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് 22 ദിവസം പ്രായമാകുമ്പോഴാണ്. അറകളുടെ എണ്ണം, ഹൃദയത്തെ അറകളുടെ എണ്ണം 4 എണ്ണമാണ്. 2 ഓറിക്കിളും വെൻട്രിക്കിൾ അഥവാ ഇന്ദ്രിയങ്ങൾ, 2 വെൻട്രിക്കുകൾ. ഏതൊക്കെ പഠിച്ചു? ഹൃദയസ്പന്ദനം 0.8 സെക്കൻഡ് മുതൽ അടിക്കും. 1 മിനിറ്റിൽ ശരാശരി 72 തവണ ഹൃദയസ്പന്ദനം അടിക്കുന്നുണ്ട്. ഹൃദയം 22 ദിവസം പ്രായമാകുമ്പോൾ ഹൃദയസ്പന്ദനം തുടങ്ങും. ഇതൊക്കെ ഹൃദയ അറകളുടെ, മനുഷ്യ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്ര? 4 ആണ്. 2 ഓറിക്കിളും 2 വെൻട്രിക്കിളുകളും. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണത്തെ പെരിക്കാർഡിയം എന്ന് വിളിക്കുന്നു. ഹൃദയത്തിന് മുകളിലത്തെ 2 അറങ്ങളെ എട്രിയങ്ങൾ എന്നും ഹൃദയത്തിന് താഴത്തെ 2 അറയാണ് വെൻട്രിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ പോയിന്റ് തെറ്റരുത്. ഉറപ്പ്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം എത്തിക്കുന്ന ഭാഗമാണ് വലത് ഏട്രിയം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം ഏതാ? വലത് ഏട്രിയം. അപ്പൊ ഇടത് ഏട്രിയം ഏതാ? ശ്വാസകോശത്തിൽ നിന്നും ശ്വാസകോശ സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം ഇടത് ഏട്രിയമാണ്. ശ്വാസകോശത്തിൽ നിന്നും ശ്വാസകോശ സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം ഏതാ? ഇടത് ഏട്രിയമാണ്. മനുഷ്യ ഹൃദയത്തിലെ ഏതറകളുടെ ഭിത്തികളാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് എന്ന് ചോദിച്ചാൽ ഇടത് ഏട്രിയമാണ്. അപ്പോൾ ഓക്സിജന്റെ അളവ് കൂടിയത് ഇടതിലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി വരുന്നത് വലത് ഏട്രിയം. അത് 2 തെറ്റിപ്പോരുത്. അതാണ് എപ്പോഴും ചോദിക്കുന്നത്.
മനുഷ്യഹൃദയത്തിൽ ഏറ്റവും കട്ടി കുറഞ്ഞത് വലത് ഏട്രിയമാണ്. ഇരു ഓറിക്കിളുകളിലും ഇരു വെൻട്രിക്കിളുകളിലെയും വേർതിരിക്കുന്ന പേശികളെ സെപ്റ്റം എന്ന് വിളിക്കുന്നു. മനുഷ്യഹൃദയത്തിലെ അറകളുടെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്ന പേശികളെ മയോകാർഡിയം എന്ന് വിളിക്കുന്നു. മയോകാർഡിയം. രക്തം വരുന്ന അറകൾ വലത് ഏട്രിയവും ഇടത് ഏട്രിയത്തിലുമാണ്. രക്തം പുറപ്പെടുന്ന അറകൾ ഇടത് വെൻട്രിക്കിളും വലത് വെൻട്രിക്കിളുമാണ്. ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന പ്രഷറിനെ സിസ്റ്റളിക് പ്രഷർ എന്നും 120 ആണ് സിസ്റ്റളിക് പ്രഷർ. ഇനി ഡയസ്റ്റോളിക് ഒക്കെ ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ധമനികളിൽ കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടും. അത് ഡയസ്റ്റോളിക് പ്രഷർ 80 ആണ്. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്പിഗ്മോ മാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാ? സ്പിഗ്മോ മാനോമീറ്റർ ആണ്. മനുഷ്യ ഹൃദയത്തിൽ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിന്റെ വലത് മുകളിൽ. കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. വിൽസൺ ഗ്രേറ്റ് ബാച്ച് ജസ്റ്റ് വായിച്ചു വിടുക. സ്റ്റേറ്റ്മെന്റിൽ ഇതുവരെ കൃത്രിമ പേസ് മേക്കറിന്റെ ഭാഗങ്ങൾ പൾസ് ജനറേറ്റർ. പൾസ് ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകളെ ഹൃദയത്തിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് കൃത്രിമ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. ഇത് ഉറപ്പ് നല്ലൊരു ക്വസ്റ്റ്യൻ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7 നിർമ്മിച്ചത് റോബർട്ട് ജാർവിക് ആണ്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജാർവിക് 7 ആണ്. നിർമ്മിച്ചത് റോബർട്ട് ജാർവിക് ആണ്. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ECG കണ്ടെത്തിയത് വില്യം ഐന്തോവൻ ആണ്. ECG കണ്ടെത്തിയ വ്യക്തി വില്യം ഐന്തോവൻ ആണ്. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ECG. ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ലോകത്ത് നമുക്ക് നോക്കാം. ലോകത്ത് ക്രിസ്ത്യൻ ബർണാഡ്, ഇന്ത്യയിൽ വേണുഗോപാല്, കേരളത്തിൽ ജോസ് ചാക്കോ പെരിയപുരം. അപ്പൊ ലോകത്ത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി ആരാണ്? ക്രിസ്ത്യൻ ബർണാഡ്. 67 ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ. ഇന്ത്യയിൽ വേണുഗോപാൽ 94 ന്യൂഡൽഹിയിലാണ്. കേരളത്തിൽ നമ്മുടെ ജോസ് ചാക്കോ പെരിയപുരം 2003 എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ. അപ്പം ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് 67 ആരാണ്? ക്രിസ്ത്യൻ ബർണാഡ്. ഇന്ത്യയിൽ വേണുഗോപാൽ. കേരളത്തിൽ ആരായിരുന്നു? ജോസ് ചാക്കോ പെരിയപുരം. 67, 93, 2094, 2003. അടുത്തൊക്കെ ഹൃദയ അറകൾ എന്ന് ചോദിച്ചാൽ മത്സ്യത്തിന് 2 അറ, ഉരകത്തിനും ഉഭയജീവിക്കും പല്ലിക്കും 3. ഉരകം, ഉഭയജീവി, പല്ലി 3. പക്ഷിക്ക് 4, സസ്തനിക്കും 4, മുതലയും 4. പക്ഷി, സസ്തനി, മുതല. നമ്മുടെ മനുഷ്യനും 4 ആണ്. പാറ്റ 13 ആണ്. പാറ്റ 13. ഒന്ന് ഒട്ടിച്ച് പഠിച്ചു വെച്ചിരിക്കണത്. അടുത്തൊക്കെ മസ്തിഷ്കം ഇമ്പോർട്ടന്റ്. ഉറപ്പ്. കഴിഞ്ഞ പ്രിസൺ ഓഫീസറിലും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മസ്തിഷ്കത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഏകദേശം ബേസിക് കാര്യങ്ങൾ ആദ്യം 1400 ഗ്രാം. കരളിന് 1500 വരുമ്പോൾ 2ാം സ്ഥാനത്ത് മസ്തിഷ്കം വരണ്ടേ. ഏറ്റവും വലുത് കരളാണല്ലോ, 1500 ഗ്രാം. മസ്തിഷ്കം 1400 ഗ്രാം. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജിയും തലയോടിനെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജിയും. തലച്ചോറ് ഫ്രിനോളജി, തലയോടേതാ ക്രേനിയോളജി. തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണത്തെ മെനിഞ്ചസ് എന്ന് വിളിക്കുന്നു. മെനിഞ്ചസ് എന്ന് വിളിക്കുന്നു. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുകയാണെങ്കിൽ അതിനെ സെറിബ്രൽ ഹെമറേജ് എന്ന് വിളിക്കുന്നു. അപ്പൊ 2 രോഗങ്ങൾ നോക്കേ. സെറിബ്രൽ ത്രോംബോസിസും ഉണ്ട്, സെറിബ്രൽ ഹെമറേജും ഉണ്ട്. എന്താ? രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിച്ചാൽ സെറിബ്രൽ ത്രോംബോസിസ്. രക്തക്കുഴലുകൾ പൊട്ടുകയാണെങ്കിൽ സെറിബ്രൽ ഹെമറേജ് ആണ് രക്തക്കുഴലുകൾ പൊട്ടുന്നത്. സെറിബ്രത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം. ഐച്ഛികം എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി, ചിന്ത, ഭാവന, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ചിന്ത, ബുദ്ധി, ഭാവന തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഭാഗം. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നതും സെറിബ്രം അല്ലേ? അപ്പം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം, ചിന്ത, ബുദ്ധി, ഭാവനയുമായി ബന്ധപ്പെട്ട ഭാഗം, മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ഈ സെറിബ്രത്തിലെ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പെട്ടെന്ന് അനുഭവപ്പെടുന്നത് ബ്രോക്കസ് ഏരിയയും. പരിചയമുള്ള ഒരു വസ്തുവിന്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിലേക്ക് തെളിയുന്നത് വെർണിക്സ് ഏരിയ. അപ്പൊ സംസാരശേഷി വരുന്നത് ബ്രോക്കസ് ഏരിയയും ഒരു ചിത്രം മനസ്സിലേക്ക് തെളിയുന്നത് വെർണിക്സ് ഏരിയ ആണ്. ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നു. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നതും സെറിബ്രമാണ്. ഇത്രയുമാണ് സെറിബ്രത്തിന്റെ പോയിന്റ്. സെറിബെല്ലം മസ്തിഷ്കത്തിലെ 2ാമത്തെ വലിയ ഭാഗം.
രണ്ടാമത്തെ വലിയ ഇതാണ് കഴിഞ്ഞ പ്രിസണ് ചോദിച്ചത്. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, മദ്യം ബാധിക്കുന്ന ഭാഗം, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? ശരീരത്തിന്റെ തുലനാവസ്ഥ പരിപാലിക്കുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്, പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മദ്യം ബാധിക്കുന്ന ശരീരഭാഗം, ലിറ്റിൽ ബ്രെയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഒക്കെ സെറിബെല്ലമാണ്. മെഡുല ഓബ്ലോങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഐച്ഛികം നേരത്തെ പറഞ്ഞു സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനം എന്താ? അനൈച്ഛിക പ്രവർത്തനം ഈ അകത്ത് വരുന്ന ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം ഇങ്ങനെയുമായി ബന്ധപ്പെട്ട അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ചുമ, തുമ്മൽ, ഛർദി ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല ഓബ്ലോങ്കേറ്റയാണ്. തലാമസ് നോക്കാം. മസ്തിഷ്കത്തിലെ ഒരു ഭാഗമാണ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് തലാമസ്. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നു. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുള്ള ആവേഗ പുനഃസംരക്ഷണ കേന്ദ്രം എന്നും തലാമസ് വിളിക്കുന്നു. അപ്പം വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ്, നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേശങ്ങളെ തടയുന്നത് തലാമസ്, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ്. ഇനി ഒരാളും കൂടെ ഉണ്ട്, ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ്. ശരീരത്തിലെ ജലത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നില നിർത്തുന്നതും ഹൈപ്പോതലാമസ്. ഏതൊക്കെയാണ്? വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്നു. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു. ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതൊക്കെ ഹൈപ്പോതലാമസ് ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ടത് സുഷുമ്ന നാഡിയും കൂടെ പഠിച്ചേരെ. മെഡുല ഓബ്ലോങ്കേറ്റയുടെ തുടർച്ചയായി കാണുന്നത് സുഷുമ്ന. ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ, നമ്മളിപ്പോ ഒരു തീ കൊണ്ടുള്ള ഒരു കൊള്ളി കുത്തുമ്പോൾ അയ്യോ എന്നൊക്കെ വിളിച്ച് നമ്മൾ പെട്ടെന്ന് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ വേഗതയാക്കുന്നു. പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗം മെനിഞ്ചസ് തന്നെയാണ്. സുഷുമ്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗം ഏതാണ്? മെനിഞ്ചസ് തന്നെയാണ് പൊതിഞ്ഞു സൂക്ഷിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ബേസ് കാര്യങ്ങൾ. ഇന്ന് ഒട്ടും വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിയ ആവേശത്തിൽ പറയാഞ്ഞത്. നിങ്ങൾ വിചാരിക്കും സാറ് എന്താ ഇങ്ങനെ വായിക്കുന്നത് എന്ന് നോക്കേണ്ടത്, ശ്വാസം മുട്ടും ചുമയും ആയതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പം ഒന്ന് റിവിഷൻ നടത്തുക. അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ റിവിഷൻ കൊണ്ടുവരാം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് വീറ്റോ പവറൊക്കെ നമ്മൾ പഠിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് അത് അത്രയും കണക്ട് ചെയ്തത് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കൊണ്ടുവരാം. ഒട്ടും വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് റിവിഷൻ പോലും നിങ്ങൾക്ക് കൊണ്ടുവരാം. എന്നാലും പരീക്ഷകൾ അടുത്തപ്പോഴത്തേക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊണ്ടുവരാമല്ലോ. നിധിന്നൊക്കെ ഉറപ്പായിട്ട് വരുവിടെ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, പഠിക്കും. നിങ്ങളും കൂടെ അങ്ങ് പഠിക്കുക. പരീക്ഷ അടുക്കുന്നതിൻ്റെ ആ ആഴ്ചകളിലൊക്കെ മാക്സിമം ഇമ്പോർട്ടൻ്റ് ഒന്നും കൂടെ ചെവി കയറ്റി റിവിഷൻ നടത്തിയിട്ടേ വിടും. അടുത്ത ആഴ്ച ഉറപ്പായിട്ട് അടുത്തൊരു ടോപ്പിക്കുമായിട്ട്, അടുത്ത ഒരു 10 ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും കാണാം. ഇന്ന് വയ്യാത്തോണ്ടങ്ങ് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.